ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ആവോലി പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ആവോലി എങ്ങനെ പൊള്ളിച്ചെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ദാ നമ്മുടെ ആവോലി പൊള്ളിക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയൊരു ആവോലി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇത് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ദാ മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്ത് നല്ല പോലെ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാനൊരു മിക്സിയിലേക്ക് ഒരു 6-7 ചെറിയ ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി അല്ലിയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. പിന്നെ 1 ടേബിൾ സ്പൂണോളം പെരുംജീരകം, കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത പേസ്റ്റിന് ഞാനിപ്പോൾ ഒരു ഡിഷിലേക്ക് മാറ്റുവാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ മീനിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. മീനിൻ്റെ വരയിട്ട ഭാഗത്തും 2 സൈഡിലും അകത്തും എല്ലാം നല്ല പോലെ ഒന്ന് മസാല തേച്ച് കൊടുക്കുക. ഇങ്ങനെ ഇതാ മീനിൽ ഇപ്പം ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിനിമം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നാലേ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ പാനിൽ എണ്ണ ഒഴിച്ചു കൊടുത്തേക്കുവാണ്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ മീനിൻ്റെ 2 സൈഡും തിരിച്ചു മറിച്ചു ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. നല്ല ഡീപ്പായിട്ട് നല്ല ഹാർഡായിട്ട് ഫ്രൈ ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ദാ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് വേണ്ട മസാലയും കൂടെ റെഡിയാക്കണം. ഇതിനായിട്ട് ഇപ്പോൾ ഞാനൊരു പാനിൽ 2 സവാള വളരെ കനം കുറച്ചരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുക്കുവാണ്. നല്ല ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. അങ്ങനെ ഇപ്പോൾ ദാ സവാളയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ്. ഇനി തക്കാളിയും കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിലങ്ങ് ഉടഞ്ഞ് കലങ്ങി വരണം. അതുവരേക്കും ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ ഒരാവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുവാണ്. പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മീൻ പൊള്ളിക്കാനുള്ള മസാലയും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം. പൊള്ളിച്ചെടുക്കാനായിട്ട് ആദ്യം ഒരു വാഴൻ്റെ ഇല നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുക്കാനായിട്ട് പണിയൊന്നുമില്ല. തീൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് നേരം കാണിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് വാഴയിലേൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയുടെ പകുതി ആദ്യം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ വെച്ച് കൊടുത്തിട്ട് വീണ്ടും ബാക്കിയുള്ള മസാല മീനിൻ്റെ മുകളിലാക്കി കൊടുക്കുക. എന്നിട്ട് വാഴൻ്റെ ഇല നല്ല പോലെ ഒന്ന് മടക്കിയിട്ട് വാഴൻ്റെ നാര് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുക. ഇതുപോലെ 2 സൈഡുമായിട്ട് കെട്ടിക്കൊടുക്കുക. വാഴൻ്റെ ഇലമ്മ തന്നെ നമുക്ക് വാഴൻ്റെ നാര് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഒരു പാനിലേക്ക് വെച്ചിട്ട് പൊള്ളിച്ചെടുക്കുക. അപ്പോൾ പൊള്ളിച്ചെടുക്കണ പാനിൽ ആദ്യം കുറച്ചൊരു ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കൂടുതലായിട്ട് വേണ്ട. ഈ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കുക. എന്നിട്ട് തിരിച്ചിട്ടിട്ട് വീണ്ടും മറ്റേ സൈഡ് ഒരു 10 മിനിറ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കുക. അപ്പോഴത്തേക്കിന് നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ 2 സൈഡും ഞാൻ പൊള്ളിച്ചെടുത്ത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ മാറ്റി വെക്കുവാണ്. അങ്ങനെ ഇതാ നമ്മുടെ ആവോലി പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. മീനും വാഴയിലേൻ്റെ ഇലയിലും മിക്സായ മണമൊക്കെ പ്രത്യേക ഒരു മണമാണ്. അങ്ങനെ ഇതാ നമ്മുടെ ആവോലി പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ആവോലി കൊണ്ട് മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള വലിയ മീനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതുപോലെ പൊള്ളിച്ചെടുക്കാനായിട്ട് പറ്റും. കരിമീൻ, അയില, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ മീനും ഇതുപോലെ തന്നെ നമുക്ക് പൊള്ളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.